കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ പൊട്ടിക്കരച്ചിലാണ്, നിലവിളികളാണ്. എന്താണ് പറയുന്നത്? മതത്തെ അവഹേളിച്ചു, മുസ്ലിം മതത്തെ അവഹേളിച്ചു മുഖ്യമന്ത്രി. ഇതാണ് മുഖ്യമന്ത്രിക്കെതിരെ ഉയർത്തുന്ന ആരോപണം. പറയുന്നത് ആരാണ്? പാണക്കാട് തങ്ങൾ മുതൽ മുസ്ലിം ലീഗ് നേതാക്കൾ കുഞ്ഞാലിക്കുട്ടി, KM ഷാജി എന്ന് തുടങ്ങി പ്രതിപക്ഷ നേതാവ് VD സതീശൻ വരെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുഖ്യമന്ത്രി മുസ്ലിം സമുദായത്തെ അവഹേളിച്ചു എന്ന്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത്? അത് നമുക്ക് ആദ്യം കേൾക്കാം. അന്നത്തെ പാണക്കാട് തങ്ങൾ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന തങ്ങളാണ്. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. പക്ഷേ അന്നത്തെ തങ്ങൾ സർവരാലും ആദരിക്കപ്പെട്ട തങ്ങളായിരുന്നു. മുഖ്യമന്ത്രി ആരെയാണ് വിമർശിച്ചത്? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ. ആരാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ്? പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. മുസ്ലിം ലീഗ് എന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. CPIM-നെ പോലെ, കോൺഗ്രസിനെ പോലെ, CPI-യെ പോലെ, കേരള കോൺഗ്രസിനെ പോലെ, NCP-യെ പോലെ, BJP-യെ പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനാണ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ. അദ്ദേഹത്തെ വിമർശിക്കുന്നത്, അദ്ദേഹത്തിന്റെ നിലപാടുകളെ വിമർശിക്കുന്നത് എങ്ങനെയാണ് മുസ്ലിം വിമർശനമാകുന്നത്, മുസ്ലിം സമുദായത്തെ അവഹേളിക്കലാകുന്നത്? അദ്ദേഹം പാണക്കാട് തങ്ങളാണ് എന്നാണ് പറയുന്നത്. പാണക്കാട് തങ്ങൾ സാമുദായിക നേതാവാണെങ്കിൽ അദ്ദേഹം സാമുദായിക നേതാവായി മാത്രം നിൽക്കണം. പാണക്കാട് തങ്ങൾ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആണെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റായി മാത്രം നിൽക്കണം. രണ്ടും കൂടി കൂട്ടിക്കലർത്തി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ വിമർശിച്ചാൽ ഇതാ മുസ്ലിം സമുദായത്തെ വിമർശിക്കുന്നു, മുസ്ലിം സമുദായത്തെ മുഴുവൻ അവഹേളിക്കുന്നു എന്ന് പറഞ്ഞു വരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? അർത്ഥമില്ല എന്ന് മാത്രമല്ല, അത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ വിമർശിക്കാറില്ലേ? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ വിമർശിക്കാറില്ലേ? CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ വിമർശിക്കാറില്ലേ? ഇതിലേറെ പറയുന്നു, കേരളത്തിലെ മുഖ്യമന്ത്രിയും CPI-ന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിരുന്ന പിണറായി വിജയനെതിരെ ഇവിടെ ഉയർന്നു വരാത്ത വിമർശനങ്ങളും ആരോപണങ്ങളുമുണ്ടോ? ആ ആരോപണങ്ങളും വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നത് പാണക്കാട് തങ്ങൾ കൂടിയാണല്ലോ. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി യോഗം ചേർന്നതിന് ശേഷം, ആ യോഗത്തിന് ശേഷം നടക്കുന്ന വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ പാണക്കാട് തങ്ങളിരിക്കും. ആദ്യം തുടങ്ങി വെക്കും അദ്ദേഹം, അതിനുശേഷം അദ്ദേഹം മാറി നിന്ന് കുഞ്ഞാലിക്കുട്ടി സംസാരിക്കും. അപ്പോഴൊക്കെ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കും, മുഖ്യമന്ത്രിയെ വിമർശിക്കും, CPIM-നെ വിമർശിക്കും, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ വിമർശിക്കും. അതെല്ലാം ചെയ്യുന്നത് പാണക്കാട് തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മുസ്ലിം ലീഗാണ്. പക്ഷെ തിരിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഇതാ പറയും മുസ്ലിം ലീഗിനെ വിമർശിച്ചു എന്നല്ല പറയുക, മുസ്ലിം സമുദായത്തെ വിമർശിച്ചു, മുസ്ലിം സമുദായത്തെ അവഹേളിച്ചു എന്നാണ്. അത് എങ്ങനെയാണ് നടക്കുക? അത്തരമൊരു പ്രിവിലേജ് എങ്ങനെയാണ് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന് കൊടുക്കാൻ കഴിയുക? എങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റും തങ്ങളും ഒരു കാര്യം തീരുമാനിക്കണം. തങ്ങൾ കുടുംബത്തിൽ നിന്ന് ആരും മുസ്ലിം ലീഗ് പ്രസിഡന്റ് ആകുന്നില്ല. മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ രാഷ്ട്രീയ പാർട്ടി നേതാവായ ഒരാളെ വേറെ കണ്ടെത്താം. തങ്ങൾ സമുദായ കാര്യങ്ങൾ നോക്കി മാറി നിന്നുകൊള്ളാം. പക്ഷെ തങ്ങൾക്ക് തങ്ങളായി നിൽക്കുകയും വേണം, അതേസമയം രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായി നിൽക്കുകയും വേണം എന്ന ഒരു കാര്യമുണ്ടല്ലോ. അത് മാത്രം ഇവിടെ നടക്കില്ല, അത് കേരളത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് പറയുകയാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ആ വാക്കുകൾ കൂടി നമുക്ക് കേൾക്കാം. മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ കസേരയിൽ ഇരിക്കുമ്പോൾ ഒരു വ്യക്തി വിമർശിക്കപ്പെടാൻ പാടില്ലേ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ രാഷ്ട്രീയം പറയുമ്പോൾ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം പറയുന്ന സ്ഥിതിയുണ്ടാവും. അതെങ്ങനെയെങ്കിലും ഒരു പ്രത്യേക മതത്തിനെതിരെ ആയി എങ്ങനെയാണ് മാറുക? വിമർശനത്തെ സഹിഷ്ണുതയോട് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അത് ശരിയായ ഒരു നിലയാണോ? അങ്ങനെയുള്ളവർ രാഷ്ട്രീയ രംഗത്ത് നിൽക്കാൻ പാടില്ല. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്ത് നിന്ന് മാറുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുകയും വിമർശനങ്ങൾ നടത്തുകയും തിരിച്ചു വിമർശനം വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിനെതിരാണ് എന്ന് വരുത്തി തീർക്കാൻ നടത്തുന്ന ശ്രമം അത് ഒരു തരത്തിലും നാടിന് ഭൂഷണമല്ല, അംഗീകരിക്കപ്പെടേണ്ട ഒരു രീതിയല്ല. കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിൽ ഇരിക്കുന്ന ഒരാൾ ഇതുപോലുള്ള വിമർശനം ഉന്നയിച്ചത് വളരെ ലജ്ജാകരമായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്.
സോഷ്യൽ മീഡിയയിൽ വലിയ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് എന്താ കൊമ്പുണ്ടോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന് എന്താ കൊമ്പുണ്ടോ? മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ പോലെ, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയെ പോലെ, BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ പോലെയുള്ള ഒരാളല്ലേ? അദ്ദേഹം വിമർശനത്തിന് എങ്ങനെയാണ് അതീതനാകുന്നത് തുടങ്ങിയ ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പറയുന്നത് ഇങ്ങനെയാണ്: അങ്ങോട്ട് പോകുമ്പോൾ UDF നേതാവായി രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് പിടിക്കാൻ പോകുക. CPM-നും മുഖ്യമന്ത്രി പിണറായി വിജയനും സംഘപരിവാർ മനോഭാവമാണ് എന്ന് വിമർശിക്കുക. RSS-നെ തള്ളിപ്പറയാത്ത മുസ്ലിങ്ങളെ ടയറിട്ട് കത്തിക്കണം തുടങ്ങി പശ്ചിമേഷ്യയിലെ സംഭവങ്ങളെ അടക്കം ആ വിഷയങ്ങളിൽ അതിതീവ്ര മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ, അതിൽ ഒന്നിൽ പോലും ഖേദം പ്രകടിപ്പിക്കാത്ത ഒരാളെ വീട്ടിൽ വിളിച്ച് സൽക്കരിക്കുകയും സോഷ്യൽ മീഡിയ വഴി സ്വാഗതം ചെയ്യുകയും ചെയ്യുക. RSS-നെ പോലെ സമൂഹത്തിൽ വർഗീയ വേർതിരിവ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി പോലെ വർഗീയ സംഘടനയെ തള്ളിപ്പറയാത്ത, അവർക്ക് സമൂഹത്തിൽ സ്വീകാര്യത ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇതിനെ ആരെങ്കിലും വിമർശിക്കുകയോ ചൂണ്ടിക്കാണിക്കുകയോ ചെയ്താൽ മതം പറഞ്ഞ് മോങ്ങിക്കൊണ്ട് തിരികെ വരിക. SYS-ന്റെ പ്രസിഡന്റിനെ വിമർശിച്ചേ എന്ന് ഇരവാദം പറയുക. പ്രവാചക പരമ്പരയെ അപമാനിച്ചേ എന്ന് മോങ്ങുക. മഹല്ല് കാസിയെ തൊട്ടുകളിച്ചേ എന്ന് അലമുറ ഇടുക. നിങ്ങൾക്ക് അയാൾ ഇതൊക്കെയായിരിക്കും. പൊതുസമൂഹത്തിന് സാദിഖ് അലി എന്നയാൾ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ആണ്. ഗോവിന്ദൻ മാഷിനെ പോലെ, K. സുധാകരനെ പോലെ, K. സുരേന്ദ്രനെ പോലെ, വിനയ് വിശ്വത്തെ പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റ് ഒന്നുകിൽ ആ സ്ഥാനത്ത് ഇരിക്കണം, അല്ലെങ്കിൽ മതകാര്യങ്ങൾ നോക്കി ആ സ്ഥാനത്ത് ഇരിക്കണം. രണ്ടും കൂടി കൂട്ടിക്കലർത്തി ഡബിൾ കളിക്കാൻ വരരുത്. വന്നാൽ അതിന് പുല്ലുവില പോലും തരില്ല. അത് ഇനിയിപ്പോൾ ഏത് ഖാസിയായാലും വേണ്ടില്ല, തങ്ങളൂട്ടിയായാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിവിധ തരത്തിലുള്ള ഫേസ്ബുക്ക് പേജിൽ വന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. എന്ന് വെച്ചാൽ രൂക്ഷമായ വിമർശനമാണ്. രണ്ടും ഒരാളിൽ കേന്ദ്രീകരിച്ച് രണ്ടും ഒന്നാണ് എന്ന് പറഞ്ഞ് ആ കളി ഇനി കേരളത്തിൽ വേണ്ട എന്നാണ് കേരളം ഇപ്പോൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എത്ര കാലം മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായിരിക്കുന്നുവോ അത്രയും കാലം വിമർശിക്കുമെന്നും വിമർശിക്കപ്പെടുക തന്നെ ചെയ്യുമെന്നും ആവർത്തിച്ച് പറയുകയാണ് സോഷ്യൽ മീഡിയയും വിവിധ രാഷ്ട്രീയ പാർട്ടികളും. മതത്തെ ഉപയോഗിച്ച്, മതത്തെ മുൻനിർത്തി പാണക്കാട് തങ്ങളെ സംരക്ഷിക്കാൻ നോക്കേണ്ട എന്നാണ് കേരളം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വിമർശനത്തിന് വിധേയരാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും, രാഷ്ട്രീയ പാർട്ടി നേതാക്കളും. അതിൽ നിന്ന് വിഭിന്നമായ ഒരു വ്യക്തിത്വം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു കേരളവും സാമൂഹ്യ മാധ്യമങ്ങളും.